പല ആൾക്കാർക്കും സംശയമുള്ള ഒരു ചോദ്യമാണ് എത്ര എമൗണ്ട് വെച്ച് SIP തുടങ്ങിയാൽ നല്ല രീതിയിൽ റിട്ടേൺസ് കിട്ടുന്നത്. പല ആൾക്കാരും ഇതിനൊരു ഉത്തരം കിട്ടാത്തതുകൊണ്ട് 500ഉം 1000 ഒക്കെ വെച്ച് വെറുതെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുകയും ചെയ്യും. അത്യാവശ്യം നല്ല രീതിയിൽ റിട്ടേൺസ് നിന്ന് കിട്ടുന്ന പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്യും. പക്ഷേ ഇങ്ങനെ ഒന്നുമല്ല ഇത് വർക്കാവുന്നത്. മൈസെൽഫ് നിതിൻ നായർ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫൈനാൻസ് ബൈ നിതിൻ. ഫസ്റ്റ് നമ്മളിവിടെ അറിയേണ്ടത് നമ്മൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി വേണം. സോ തീർച്ചയായിട്ടും നമ്മുടെ പൈസനെ വീണ്ടും വളർത്താനും അതിനനുസരിച്ച് നമ്മുടെ ഫൈനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യാനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്താണ് ഈ ഫൈനാൻഷ്യൽ ഗോൾസ്? അതിപ്പോൾ എന്ത് വേണമെങ്കിലും ആവാം. 1-2 കൊല്ലം കഴിഞ്ഞ് വരുന്ന നിങ്ങളുടെ ഒരു കല്യാണമാവാം, അല്ലെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞ് മേടിക്കാൻ പോകുന്ന ഒരു കാറാവാം, അല്ലെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞ് മേടിക്കാൻ പോകുന്ന ഒരു വീടാവാം, എന്തോ ആവട്ടെ. ഈ ഫൈനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യാനാണ് നമ്മളോട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു 5 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളൊരു 10 ലക്ഷം രൂപ വാല്യൂടെ ഒരു കാർ മേടിക്കാൻ പോവുകയാണെന്നാണെങ്കിൽ നിങ്ങൾ ഈ SIP വഴി ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 12% റിട്ടേൺസ് ആണെന്നാണെങ്കിൽ ഒരു SIP കാൽക്കുലേറ്റർ നിങ്ങൾ സെർച്ച് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും നിയർലി ഒരു 12,000 രൂപ വെച്ച് ഞാൻ അത്യാവശ്യം ഒരു 5 കൊല്ലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് 10 ലക്ഷത്തിന് അടുത്ത് ഉണ്ടാക്കാൻ പറ്റും. സോ സപ്പോസ് എന്റെ ആഗ്രഹം ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ കാർ മേടിക്കൽ എന്നാണെന്നാണെങ്കിൽ ഞാനൊരു 12,000 വെച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ഒരു 12% റിട്ടേൺസ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെ നിങ്ങൾക്ക് ആദ്യം ഒരു എത്ര എമൗണ്ട് വെച്ച് ഞാൻ തുടങ്ങണം ഒരു ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. സോ ഈ ഇൻവെസ്റ്റിംഗിന് നമ്മൾ ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. സപ്പോസ് അങ്ങനെ നിയർ ബൈ ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫൈനാൻഷ്യൽ ഗോൾ എന്ന രീതിയിൽ ഒന്നും അച്ചീവ് ചെയ്യാനില്ല, ഒരു ലോങ് ടേമിലേക്കാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്നതെന്നാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മന്ത്ലി ഇൻകമിന്റെ ഒരു 15 to 25% നിങ്ങൾ നിർബന്ധമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. അതായത് നിങ്ങൾക്ക് 1 ലക്ഷം വെച്ചൊരു മാസം കിട്ടുന്നുണ്ടെന്നാണെങ്കിൽ ഒരു 15K to 25K എങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. കാരണം ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മെയിൻ ആയിട്ട് പ്രയോറിറ്റി കൊടുക്കേണ്ടത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്, ROI എന്ന് പറയും. അതായത് ഒരാൾ 1 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് 50 ലക്ഷം എടുക്കുന്നതും ഒരാൾ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് 50,000 എടുക്കുന്നതും രണ്ടും സെയിം ആണ് ഇൻ ടേംസ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രത്തോളം വലുതാവുന്നു അത്രത്തോളം വലിയ റിട്ടേൺസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഇത് പറയാൻ കാരണം രണ്ടാൾക്കാർ, ഒരാളുടെ സാലറി എന്ന് പറയുന്നത് 25K പെർ മന്തും ആണ്, വേറൊരാളുടെ സാലറി 1 lakh പെർ മന്ത് ആണ് വിചാരിക്കുക. രണ്ടാൾക്കാരും ഒരു 5,000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഒരു 10 കൊല്ലം കഴിഞ്ഞപ്പോൾ രണ്ടാൾക്കാർക്കും കിട്ടുന്ന റിട്ടേൺസ് പറഞ്ഞാൽ 10 ലക്ഷം ആയിരിക്കും. ഒരു 25K പെർ മന്ത് കിട്ടുന്ന ഒരാൾക്ക് 10 ലക്ഷം എന്ന് പറയുമ്പോൾ ആളുടെ പേഴ്സ്പെക്റ്റീവ് അത് വലിയൊരു എമൗണ്ട് ആണ്. പക്ഷെ തൊട്ടപ്പുറത്താണെങ്കിലോ 1 ലക്ഷം വെച്ച് മേടിക്കുന്ന ഒരാൾക്ക് 10 ലക്ഷം എന്ന് പറയുമ്പോൾ ആളുടെ പേഴ്സ്പെക്റ്റീവ് ചെറിയൊരു എമൗണ്ട് ആണ്. സോ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന എമൗണ്ട് ചില ആൾക്കാർക്ക് അത് വലിയ എമൗണ്ട് ആയി തോന്നാം, ചില ആൾക്കാർക്ക് കുറഞ്ഞ എമൗണ്ട് ആയിട്ട് തോന്നാം. സോ ആ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ട് എത്രത്തോളം റിട്ടേൺസ് എനിക്ക് കിട്ടുന്നെന്ന് മാത്രം നോക്കാതെ എത്രത്തോളം എമൗണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുക. അതായത് ഒരു 5,000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് 10 lakhs കിട്ടിയപ്പോൾ വലിയ എമൗണ്ട് ആണെന്നാണെങ്കിൽ മാസം 1 ലക്ഷം കിട്ടുന്ന ആൾ മിനിമം ഒരു 15 അല്ലെങ്കിൽ ഒരു 20,000 രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താലേ ആൾക്ക് കിട്ടുന്ന റിട്ടേൺസ് അത്യാവശ്യം ആളുടെ പേഴ്സ്പെക്റ്റീവിൽ ഒരു ബിഗർ എമൗണ്ട് ആവുള്ളൂ. സോ നിങ്ങൾക്ക് കിട്ടുന്ന മന്ത്ലി ഇൻകം, അതിപ്പോൾ സാലറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ബിസിനസ് ഇൻകം ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ബി, കിട്ടുന്ന ഇൻകമിന്റെ നിർബന്ധമായിട്ടും ഒരു 15 to 25% നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. സോ അത്യാവശ്യം എത്ര എമൗണ്ട് വെച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് നല്ല റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന കൺഫ്യൂഷൻ ഈ വീഡിയോയിലൂടെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. താങ്ക്